കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുതിയതായി പുറത്തിറക്കുന്ന മദ്യ ബ്രാൻഡിന് പേര് നിർദ്ദേശിക്കാനും ലോഗോ തയ്യാറാക്കാനും സംഘടിപ്പിക്കുന്ന മത്സരം ഭരണഘടനാ വിരുദ്ധവും അബ്കാരി ആക്ടിന്റെ ലംഘനവും ആയതിനാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എ.ബി.ജെ ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ബിവറേജസ് കോർപ്പറേഷന്റെ മത്സരം ഉടനടി റദ്ദാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ഭരണഘടനാ അനുച്ഛേദം 47 പ്രകാരം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനുമായി ആരോഗ്യത്തിന് ഹാനികരമായ മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം ഭരണകൂടത്തിന് നിരോധിക്കാമെന്നുള്ളതിനാൽ പുതിയ ബ്രാൻഡ് മദ്യം പുറത്തിറക്കുന്നത് ഉപേക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണം. മദ്യത്തിന്റെ വിൽപ്പന, ഉപയോഗം, പരസ്യം എന്നിവ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കേരള അബ്കാരി ആക്ടിലെ 1077 വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കണം. ബിവറേജസ് കോർപ്പറേഷന്റെ നടപടി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള എല്ലാത്തരം പരസ്യങ്ങളും ഈ ആക്ടിലെ വകുപ്പ് 55H പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. മദ്യം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന പരസ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ മത്സരം എന്ന പേരിൽ നടത്തുന്നത്. പുതിയതായി വിപണിയിൽ എത്തിക്കുന്ന മദ്യത്തിനുള്ള പരോക്ഷ പരസ്യം തന്നെയാണ് ഈ മത്സരം. അബ്കാരി ആക്ട് പ്രകാരം ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. പ്രൊഹിബിഷൻ ആക്ടിലെ വകുപ്പ് 6 പ്രകാരം ഏതെങ്കിലും വ്യക്തി മദ്യം ഉപയോഗിക്കാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയോ പൊതുജനങ്ങളെ ഇതിനായി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇതുപ്രകാരം ബിവറേജസ് കോർപ്പറേഷൻ ചെയർപേഴ്സണെതിരെ നടപടി സ്വീകരിക്കണമെന്നും എ.ബി.ജെ ജോസ് പരാതിയിൽ ആവശ്യപ്പെട്ടു. മത്സരം സംബന്ധിച്ച സ്ഥാപനത്തിന്റെ വെബ്സൈറ്റുകളിൽ പരാമർശം നടത്താത്തത് നിയമവിരുദ്ധ നടപടി ആയതിനാലാണെന്നും ഫൗണ്ടേഷൻ ആരോപിക്കുകയും ചെയ്തു. 2007 മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എ.ബി.ജെ ജോസ് നൽകിയ പരാതിയെ തുടർന്നാണ് വൈകിട്ടെന്താ പരിപാടി എന്ന ടാഗ് ലൈനോടെ ചലച്ചിത്ര നടൻ മോഹൻലാൽ മദ്യപരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒറിജിനൽ ചോയ്സ് എന്ന ബ്രാൻഡിനുള്ള ലൈസൻസ് സർക്കാർ റദ്ദാക്കിയിരുന്നു. അന്ന് ബസ്സുകളിൽ പ്രദർശിപ്പിച്ചിരുന്ന പരസ്യങ്ങളും KSRTCയും പിൻവലിച്ചിരുന്നു. പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്ന് പുറത്തിറക്കുന്ന ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച ബെബ്കോ ആകെ പുലിവാല് പിടിച്ച നിലയിലാണിപ്പോൾ. എന്തായാലും KCBC മദ്യവിരുദ്ധ സമിതി അടക്കമുള്ളവർ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെയും ബഹളമാണ്. ആനുകാലിക വിഷയങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടാണ് പലരും പുതിയ മദ്യ ബ്രാൻഡിന് പേര് നിർദ്ദേശിക്കുന്നത്. ക്യാപ്റ്റൻ, ഡബിൾ ചങ്കൻ, കപ്പിത്താൻ, പോറ്റി ഇങ്ങനെ പോകുന്നു ആളുകൾ നിർദ്ദേശിക്കുന്ന ബ്രാൻഡുകളുടെ പേരുകൾ. കമന്റ് ചെയ്യുന്ന 50 പേരിൽ പകുതി പേരും ക്യാപ്റ്റനാണ് മുൻതൂക്കം നൽകുന്നത്. സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് ജവാൻ എന്നു പേരുള്ള സ്ഥിതിക്ക് ക്യാപ്റ്റൻ പേരും നല്ലതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. കപ്പിത്താൻ പേരും നിർദ്ദേശിക്കുന്നുണ്ട് പലരും. ഹിറ്റടിച്ച പോറ്റിയെ കയറ്റിയ പാട്ടിന് പിന്തുടർച്ച പോലെ പോറ്റിയെ കയറ്റി പോറ്റി ബ്രാക്കറ്റിൽ S എന്ന പേരും നിർദ്ദേശിക്കുന്നവരും ഏറെയാണ്.